ഇന്നത്തെ കാലത്ത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗവും ആളുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവ രണ്ടും ഇടപാട് ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവ നൽകുന്ന പണത്തിന്റെ തരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് പുതിയ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണോ എങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പുതിയ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചാൽ അതിന്റെ ആദ്യ ഉപയോഗങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ബാങ്കുകൾ തന്നെ ഉപയോക്താക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കാർഡ് ഇടപാടുകൾക്ക് നിയന്ത്രണ പരിധി സജ്ജീകരിക്കേണ്ടതുണ്ട്. അതായത് നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ച് വഴി ബാങ്കിന്റെ കൺട്രോൾ സിസ്റ്റത്തിൽ കാർഡ് കൺട്രോൾ ഓപ്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കാതെ ഏതെങ്കിലും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇടപാടുകൾക്കായി ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. പണമിടപാട് രംഗത്തെ തട്ടിപ്പുകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കാർഡ് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായാണ് ബാങ്കുകൾ ഇത്തരത്തിൽ നിബന്ധനകൾ വെക്കുന്നത്. മാത്രമല്ല, ഉപയോക്താക്കൾക്ക് അവരുടെ കാർഡുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നതിനും ഇത് സഹായിക്കുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കാർഡ് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര പേയ്മെന്റ് മോഡുകൾ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. കൂടാതെ കാർഡുകൾ ആഭ്യന്തര അല്ലെങ്കിൽ അന്തർദേശീയ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമോ എന്നതും തീരുമാനിക്കാം. ഓൺലൈൻ പർച്ചേസുകൾ, കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ, വിവിധ തരത്തിലുള്ള ഇടപാടുകൾക്ക് ചെലവ് പരിധി നിശ്ചയിക്കുക എന്നത് ഉപയോക്താക്കളുടെ താല്പര്യമനുസരിച്ചായിരിക്കും. ഓൺലൈൻ ഉപയോഗത്തിനായി ഇനി ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആക്ടിവേറ്റ് ആക്കാൻ ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ്ങോ മൊബൈൽ ബാങ്കിങ്ങോ ഉപയോഗിക്കാവുന്നതാണ്. ബാങ്കിന്റെ പോർട്ടൽ വഴിയോ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുകയും ഇടപാട് പരിധി നിശ്ചയിക്കുകയും ചെയ്യാം.